നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ ചൈനയുടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു നിർണായക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയെ അഭിമുഖീകരിക്കുന്ന 2 പ്രധാന വ്യോമത്താവളങ്ങളിൽ ചൈന കുറഞ്ഞത് 11 J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രശസ്ത പ്രതിരോധ മാധ്യമപ്രവർത്തകൻ വിഷ്ണു സോമും സാറ്റലൈറ്റ് ഇന്റലിജൻസ് സ്ഥാപനമായ വാൻറ്റേജ് ടെക്കും പുറത്തുവിട്ട വിശകലനമാണ് ഈ റിപ്പോർട്ടിന് അടിസ്ഥാനം. റിപ്പോർട്ട് പ്രകാരം ചൈനയിലെ ഷിൻജിയാങ് മേഖലയിലുള്ള ഹോട്ടാൻ എയർബേസിൽ 7 J-20 യുദ്ധവിമാനങ്ങളും ടിബറ്റിലെ ഡാംചുങ് എയർബേസിൽ 4 J-20 യുദ്ധവിമാനങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 വ്യോമത്താവളങ്ങളും ഇന്ത്യയുടെ ലഡാക്ക്, അരുണാചൽ പ്രദേശ് അതിർത്തികളുമായി തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് ഈ J-20 യുദ്ധവിമാനത്തിന്റെ പ്രത്യേകത? ചൈന വികസിപ്പിച്ച 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് J-20. മൈറ്റി ഡ്രാഗൺ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ശത്രുവിന്റെ റഡാറിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ദീർഘദൂര ആക്രമണശേഷി, അത്യാധുനിക സെൻസറുകൾ, ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിലൊന്നായി J-20 കണക്കാക്കപ്പെടുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് നിലവിൽ സ്വന്തം 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സർവീസിലില്ല. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി ഇപ്പോഴും വികസന ഘട്ടത്തിലാണ്. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമാരംഭിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ അതുകൊണ്ട് ഇന്ത്യ ദുർബലമാണെന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനോടകം തന്നെ റഫേൽ, സുഖോയ് 30 MKI, മിറാഷ് 2000, തേജസ് തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളുണ്ട്. കൂടാതെ S-400 വ്യോമപ്രതിരോധ സംവിധാനം, ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് എയർ ഡിഫൻസ് സംവിധാനം എന്നിവയും ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. AMCA, തേജസ്, MK2 തുടങ്ങിയ പദ്ധതികളും പുരോഗമിക്കുകയാണ്. അതേസമയം ചൈനയുടെ ഈ വിന്യാസം വെറും പരിശീലനത്തിന്റെ ഭാഗമാണോ അതോ ഇന്ത്യയിലേക്കുള്ള ഒരു തന്ത്രപ്രധാനമായ സന്ദേശമാണോ എന്നത് പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി മേഖലയിൽ സ്ഥിതി താരതമ്യേന ശാന്തമാണെങ്കിലും ഇരു രാജ്യങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും വ്യോമശേഷിയും ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഭാവിയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചൈനയുടെ ഈ നീക്കം ആശങ്കപ്പെടേണ്ട കാര്യമാണോ അതോ സാധാരണ സൈനിക വിന്യാസം മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. നന്ദി.